സുനിൽ ഐസക്കിലേക്ക് പോവുകയാണ്. സുനിൽ ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെറും 3 മാസം മാത്രമാണ് ഇപ്പോൾ LDFനും ആന്റണി രാജുവിനും മുന്നിൽ ഉള്ളത്. പ്രധാനമായും നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുഖം ഈ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ആന്റണി രാജുവിന്റെ മുഖം മാത്രമാണ് നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സീറ്റ് ആർക്കും നൽകും, അല്ലെങ്കിൽ പകരം മറ്റൊരു നേതാവ് ആര് എന്നത് കണ്ടെത്തുക എന്ന് പറയുന്നത് LDFന് അത്ര എളുപ്പം കഴിയുന്ന ഒന്നല്ല. ഇതെങ്ങനെയായിരിക്കും മുന്നണിയെ പ്രതിരോധത്തിലാക്കുക? ഈ പ്രതിസന്ധി മറികടക്കാൻ ഇനി അവർക്ക് മുന്നിൽ എന്താണ് വഴിയുള്ളത്? ടി ആസിഫ് അലി നേരത്തെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ശിക്ഷാവിധി കൂടി മേൽക്കോടതി മരവിപ്പിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഈ MLA സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഈ MLA സ്ഥാനത്തേക്ക് തിരികെ വരാൻ കഴിയൂ, അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയൂ. അങ്ങനെ നിയമപരമായ പ്രശ്നങ്ങൾ ഏറെയുണ്ട്. അത് പക്ഷേ കോടതി മരവിപ്പിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതിൽ എത്രത്തോളം സാധ്യതയുണ്ട്? കാരണം നെടുമങ്ങാട് കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ കൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട്. അത് എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഇത്തരം കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് കോടതി പറഞ്ഞതെന്ന് അടക്കമുള്ള വിധിന്യായത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കൂടി വരേണ്ടതുണ്ട്. അത് ഉടൻ തന്നെ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയൊക്കെ ആയാൽ അത് പരിശോധിച്ചുകൊണ്ടതിന് ശേഷം മാത്രമേ ജില്ലാ കോടതി ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടപടി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകൂ. അങ്ങനെ പൊടുന്നനെ ഒരു ശിക്ഷാവിധി മരവിപ്പിക്കുന്ന ഒരു നീക്കം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുമോ ഇല്ലയോ എന്നത് ഏറെ നിർണായകമായ കാര്യമാണ്. അങ്ങനെ മരവിപ്പിക്കാനുള്ള സാധ്യതയില്ലെങ്കിൽ അദ്ദേഹത്തിന് ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കേണ്ടി വരും. അങ്ങനെ നിയമ നടപടികൾ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കും. ജില്ലാ കോടതി മരവിപ്പിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കണം. ഹൈക്കോടതിയിൽ നിന്ന് പിന്നീട് സുപ്രീം കോടതിയിലേക്കൊക്കെ പോകേണ്ടി വരും. അത്തരത്തിൽ ഈ നിയമപരമായ നടപടിക്രമങ്ങൾ ഏറെ ഉണ്ട് മുന്നിൽ ആന്റണി രാജുവിൻ്റെ. അതുകൊണ്ട് തന്നെ അത്രയും സമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ കാലത്തേക്ക് എത്തുന്നിടത്തോളം ആ സമയം അത് വളരെ ചുരുങ്ങിയ ഒരു സമയമാണ്. മാത്രമല്ല ഈ ആന്റണി രാജുവിന് വീണ്ടും സീറ്റ് നൽകി അങ്ങനെ ശിക്ഷാവിധി തൽക്കാലത്തേക്ക് മരവിപ്പിച്ച് കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവുണ്ടായാൽ പോലും ആന്റണി രാജുവിന് വീണ്ടും സീറ്റ് നൽകി ഒരു റിസ്ക് ഫാക്ടറിലേക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ LDF തയ്യാറാകുമോ എന്നതുകൂടി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം മരവിപ്പിക്കുക എന്നതുകൊണ്ട് അത് പൂർണ്ണമായും ഇല്ലാതാവുന്നില്ല. പിന്നീട് നിയമ നടപടികൾ വീണ്ടും തുടർന്നു പോയിക്കൊണ്ടേയിരിക്കും. പിന്നീട് തൊട്ടടുത്ത സമയങ്ങളിൽ എപ്പോഴെങ്കിലും വീണ്ടും കോടതി ഇയാൾ തെറ്റുകാരനാണെന്ന് വീണ്ടും കണ്ടെത്തുകയും അത് മരവിപ്പിച്ച നടപടി റദ്ദ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും സമാനമായ അവസ്ഥയിലേക്ക്, അതായത് MLA സ്ഥാനം റദ്ദ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വീണ്ടും എത്തും. അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ സ്വാഭാവികമായും LDF എടുക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ആന്റണി രാജുവിന് ഇത്തവണ തിരുവനന്തപുരം സീറ്റിൽ വീണ്ടും സീറ്റ് കിട്ടാനുള്ള അല്ലെങ്കിൽ സീറ്റിൽ LDF മത്സരിപ്പിക്കാനുള്ള സാധ്യതയും കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആന്റണി രാജു തന്നെയാണ് ആ പാർട്ടിയുടെ മുഖം. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ആന്റണി രാജു മാത്രമാണ്, അല്ലെങ്കിൽ അത് വലിയൊരു നേതാവ് എന്ന തരത്തിലുള്ളൊരു മുഖം അദ്ദേഹത്തിൻ്റെത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട നേതാക്കളൊന്നും അവർക്ക് ഇപ്പോൾ മത്സരരംഗത്തേക്ക് ഇറങ്ങാനില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിനെ ഇറക്കി തിരുവനന്തപുരത്ത് ഒരു പരീക്ഷണത്തിന് മുന്നണിയോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയോ തയ്യാറാകുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും നിലവിലൊരു സാഹചര്യം അനുസരിച്ച് ഈ ഒരു ആന്റണി രാജുവിന് വീണ്ടും അവിടെ മത്സരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അങ്ങനെ വരുമ്പോൾ LDF ആ സീറ്റ് ഏറ്റെടുക്കാൻ LDF എന്ന മുന്നണി എന്ന നിലയ്ക്ക് മറ്റേതെങ്കിലും ഒരു മുന്നണിക്ക് ആ സീറ്റ് നൽകാനോ അല്ലെങ്കിൽ CPM എന്ന നിലയ്ക്ക് സീറ്റ് ഏറ്റെടുക്കാനോ ആണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്ത് ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഇത്രമേൽ സ്വാധീനമുള്ള അത്രയധികം ബന്ധുബലമുള്ള ഒരു നേതാവ് വേറെ ഉണ്ടാകുമോ? അങ്ങനെ ഒരു നേതാവിനെ കളത്തിലിറക്കി സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയുമോ തുടങ്ങിയ ആശങ്കകളൊക്കെ LDFനെ സംബന്ധിച്ചുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള ചർച്ചകളിലേക്കൊക്കെ മുന്നണികളും പാർട്ടികളും ഒക്കെ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ശബരിമല കേസിന് പിന്നാലെ ആ മുന്നണിയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നേതാവ്, ആ മുന്നണിയുടെ ഘടകകക്ഷികളിൽ ഒരാളായ മുൻ മന്ത്രിയായ 2.5 വർഷക്കാലം പിണറായി സർക്കാരിൽ മന്ത്രി പദവിയിലിരുന്ന ഒരാൾ, അയാൾ വ്യാജരേഖ ചമച്ചതിന് തെളിവ്. ശരി സുനിൽ, ഏതായാലും ഇപ്പോൾ മൊത്തത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നത് LDF ആണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം ശേഷിക്കുകയാണ് ആന്റണി രാജു അയോഗ്യനാകുന്നത്. ഇനി അദ്ദേഹം മേൽക്കോടതിയെ സമീപിച്ച് നിയമ നടപടികളെല്ലാം നേരിട്ടതിനു ശേഷം തിരിച്ച് നേതൃപദവിയിലേക്ക് വന്നെങ്കിൽ പോലും വീണ്ടും അദ്ദേഹത്തിന് സീറ്റ് നൽകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിന് പിന്നാലെ CPM വീണ്ടും മറ്റൊരു വിഷയത്തിൽ കൂടി പ്രതിരോധത്തിലാവുകയാണ് കണ്ടത്.